നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി അടയാണ് തയ്യാറാക്കുന്നത്. ഇതിനായിട്ട് 1 കപ്പ് റാഗി 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർക്കാം. ഏകദേശം 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാത്രത്തിൽ അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം. അരിക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. സ്പൂൺ വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി നന്നായിട്ട് അരിച്ചെടുക്കാം. ഇത് മാറ്റി വയ്ക്കാം. 1/2 കപ്പ് ശർക്കര ഉരുക്കി അരിച്ചെടുത്തതാണിത്. ഇതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരത്തിനനുസരിച്ച് ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നന്നായിട്ടൊന്ന് തിള വരണം. ഇതിൽ ഇപ്പോൾ തിള വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ പൊട്ടുകടല, ഒരു ചെറിയ സ്പൂൺ ഉണക്കമുന്തിരി, 1 സ്പൂൺ അണ്ടിപ്പരിപ്പ്, കുറച്ച് ഏലക്കപ്പൊടി, 1/2 ടീസ്പൂൺ നെയ്യ് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പതഞ്ഞ് വരണം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച റാഗി അരച്ചത് ചേർക്കാം. ഇനി തീ കുറച്ച് വെച്ചിട്ട് ഇത് ഇളക്കി കൊടുത്ത് കുറുക്കിയെടുക്കാം. നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ചേർക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് കുറുകി പാനിൽ നിന്ന് വിട്ട് വരുന്ന അത്രയും നേരം നമുക്കിത് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറേശ്ശെ എടുത്ത് വാഴയിലയിൽ വെച്ച് പരത്തിയെടുക്കാം. ഇത് തണുക്കുമ്പോൾ ഒന്നുകൂടി കട്ട് ചെയ്ത് വരും കേട്ടോ. എങ്കിലും ഇതിൻ്റെ ടെക്സ്ചർ വളരെ സോഫ്റ്റാണ്. വാരിയിടുമ്പോൾ തന്നെ അലിഞ്ഞു പോകുന്ന പോലെ. കുട്ടികൾക്കൊക്കെ ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും. ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് ശർക്കര ഇല്ലാതെ ഇത് തയ്യാറാക്കി എടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. കമൻസൊക്കെ അറിയിക്കുകയും ചെയ്യുക. താങ്ക് യു.